നമസ്കാരം. പുരാതന ഈജിപ്തിലെ രഹസ്യങ്ങളിലേക്കുള്ള ഈ യാത്രയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഫറവോയുടെയും അടങ്ങാത്ത ആവേശവുമായി അദ്ദേഹത്തെ തേടിയിറങ്ങിയ ഒരു മനുഷ്യന്റെയും കഥ നമുക്ക് കേൾക്കാം. ഈ വിവരണം നിങ്ങളുടെ മനസ്സിന് ശാന്തമായ ഒരു അനുഭവമായി മാറട്ടെ. ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈജിപ്തിലെ മണൽക്കാറ്റുകൾ പുരാതനമായ പല രഹസ്യങ്ങളും തങ്ങളിൽ ഒളിപ്പിച്ചിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള പുരാവസ്തു ഗവേഷകർ ഈജിപ്തിന്റെ മണ്ണിൽ മറഞ്ഞുകിടക്കുന്ന ചരിത്രത്തിന്റെ ഏടുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു. അവരുടെ എല്ലാം പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്ന് രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. നൂറ്റാണ്ടുകളോളം ഈജിപ്ത് ഭരിച്ച പുതിയ സാമ്രാജ്യത്തിലെ ഫറവോമാരെ അടക്കം ചെയ്തിരുന്ന വിശാലമായ ഒരു ശ്മശാനം. എന്നാൽ 1900-കളായപ്പോഴേക്കും ആ താഴ്വര അതിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തുവിട്ടു കഴിഞ്ഞുവെന്ന് മിക്കവാറും എല്ലാ വിദഗ്ധരും വിശ്വസിച്ചു. കണ്ടുപിടിക്കപ്പെട്ട കല്ലറകളിൽ ഭൂരിഭാഗവും പുരാതനകാലത്ത് തന്നെ കള്ളന്മാർ കൊള്ളയടിച്ചിരുന്നു. ശേഷിക്കുന്നവയെല്ലാം ആധുനിക ഗവേഷകർ തുറന്നു പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇനി എവിടെ പുതിയതായി ഒന്നും കണ്ടെത്താനില്ല എന്നൊരു പൊതുധാരണ ശക്തമായി നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഹവാർഡ് കാർട്ടർ എന്ന പേര് ചരിത്രത്തിലേക്ക് കടന്നുവരുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നില്ല അദ്ദേഹം ജനിച്ചത്. ഔദ്യോഗികമായി വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ ചിത്രരചനയിൽ അസാമാന്യമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ പുരാവസ്തുക്കളോടും ചിത്രലിപികളോടും അദ്ദേഹത്തിന് അടങ്ങാത്ത താൽപ്പര്യമായിരുന്നു. തന്റെ 17ാമത്തെ വയസ്സിൽ ഒരു പുരാവസ്തു ഗവേഷക സംഘത്തോടൊപ്പം ഈജിപ്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. കല്ലറകളിലെയും ക്ഷേത്രങ്ങളിലെയും പുരാതന ചിത്രങ്ങളും എഴുത്തുകളും അതേപടി പകർത്തി വരയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. ഒറ്റയാനും കാർക്കശ്യക്കാരനുമായ ഒരു പ്രകൃതക്കാരനായിരുന്നു കാർട്ടർ. എന്നാൽ തന്റെ ജോലിയിൽ അദ്ദേഹം തികഞ്ഞ അർപ്പണബോധം കാണിച്ചു. വർഷങ്ങളുടെ അനുഭവസമ്പത്തിലൂടെ ഈജിപ്ഷ്യൻ പുരാവസ്തു ശാസ്ത്രത്തിൽ ഏറ്റവും കഴിവുള്ളവരിലൊരാളായി അദ്ദേഹം മാറി. ഈജിപ്തിന്റെ മണ്ണിനടിയിൽ ഇനിയും കണ്ടെത്താത്ത രഹസ്യങ്ങളുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതേ കാലഘട്ടത്തിൽ ജോർജ് ഹെർബർട്ട് എന്ന കാർണവോൺ പ്രഭു ഈജിപ്തിലെ ശൈത്യകാലം ചിലവഴിക്കാനായി സ്ഥിരമായി എത്താറുണ്ടായിരുന്നു. അതിസമ്പന്നനായ ഒരു ബ്രിട്ടീഷ് പ്രഭുവായിരുന്നു അദ്ദേഹം. വേഗതയേറിയ കാറുകളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കമ്പം. അത്തരത്തിലൊരു കാറപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം ഈജിപ്തിലെ ചൂടുള്ള കാലാവസ്ഥയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. പതിയെ പതിയെ ഈജിപ്ഷ്യൻ പുരാവസ്തുക്കളിൽ അദ്ദേഹത്തിനും താൽപ്പര്യം ജനിച്ചു. ഒരു പുരാവസ്തു ഖനനത്തിന് സാമ്പത്തിക സഹായം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനായി ആ ദൗത്യം നയിക്കാൻ കഴിവുള്ള ഒരാളെ അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെയാണ് ആ കാലത്ത് സാമ്പത്തികമായി അല്പം പ്രയാസപ്പെട്ടിരുന്ന ഹവാർഡ് കാർട്ടറിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. കാർണവോൺ പ്രഭു പണം മുടക്കുകയും കാർട്ടർ ഖനനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉടമ്പടി. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. അധികമാരും കേട്ടിട്ടില്ലാത്ത ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയോ മറന്നുപോയ തുത്തൻഖാമൻ എന്ന ഒരു യുവ ഫറവോയുടെ കല്ലറ കണ്ടെത്തുക. പലരും അതൊരു കെട്ടുകഥയാണെന്ന് വിശ്വസിച്ചു. ഒരുപക്ഷെ അങ്ങനെ ഒരു ഫറവോ ഉണ്ടായിരുന്നു തന്നെ അദ്ദേഹത്തിന്റെ കല്ലറ എന്നോ കൊള്ളയടിച്ചപ്പെട്ടിരിക്കാം എന്നും അവർ കരുതി. എന്നാൽ കാർട്ടർക്ക് ആ വിശ്വാസമില്ലായിരുന്നു. തുത്തൻഖാമന്റെ പേര് പതിഞ്ഞ ചില പുരാവസ്തുക്കൾ മുൻപ് കണ്ടുകിട്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. അങ്ങനെ 1917 കാർണവോൺ പ്രഭുവിന്റെ സാമ്പത്തിക സഹായത്തോടെ ഹവാർഡ് കാർട്ടറും സംഘവും രാജാക്കന്മാരുടെ താഴ്വരയിൽ ഖനനമാരംഭിച്ചു. 5 വർഷം നീണ്ടുനിന്ന പരിശ്രമം തുടർന്നു. കത്തി നിൽക്കുന്ന സൂര്യനു പിന്നിൽ മണലിലും പാറയിലും അവർ കുഴിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും പ്രതീക്ഷയോടെ ആരംഭിക്കുകയും നിരാശയോടെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ള ഗവേഷകർ അവരെ പരിഹസിച്ചു. പത്രങ്ങൾ പ്രയത്നങ്ങളെ കളിയാക്കി എഴുതി. കാർണർവോൺ പ്രഭു പണം വെറുതെ പാഴാക്കുകയാണെന്ന് ആളുകൾ അടക്കം പറഞ്ഞു. 5 വർഷം നീണ്ട പരാജയപ്പെട്ട അന്വേഷണത്തിന് ശേഷം പ്രഭുവിന്റെ ക്ഷമ നശിച്ചു. അദ്ദേഹം പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കാർട്ടർ അവസാനമായി ഒരവസരം കൂടി ചോദിച്ചു. താഴ്വരയിൽ ഇതുവരെ കാര്യമായി ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ചെറിയ ഭാഗം കൂടി പരിശോധിക്കാൻ അദ്ദേഹം അനുവാദം തേടി. പുരാതന കാലത്ത് തൊഴിലാളികൾ താമസിച്ചിരുന്ന കുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു അത്. റാംസസ് ആറാമൻ ഫറവോയുടെ കല്ലറയുടെ അടുത്തുള്ള ആ സ്ഥലം മിക്കവാറും എല്ലാ ഗവേഷകരും അവഗണിച്ചതായിരുന്നു.
മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കാർണർവോൺ പ്രഭു ഒരവസാന ശ്രമത്തിന് കൂടി സമ്മതിച്ചു. അത് ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരുന്നു. 1922 നവംബർ മാസം അവസാനത്തെ ആ ശ്രമവും പരാജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് എല്ലാവരും കരുതി തുടങ്ങിയിരുന്നു. നവംബർ 4-ാം തീയതി ജോലിക്കാർ ഒരു പഴയ കുടിലിന്റെ അടിസ്ഥാനം നീക്കം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു തൊഴിലാളിയുടെ കാൽ അസാധാരണമായ ഒന്നിൽ തട്ടി. അത് വെറുമൊരു കല്ലോ പാറയോ ആയിരുന്നില്ല. മണ്ണ് മാറ്റി നോക്കിയപ്പോൾ പാറയിൽ കൊത്തിയെടുത്ത ഒരു പടി അവർ കണ്ടു. അതൊരു സാധാരണ പടിയായിരുന്നില്ല. ഭൂമിക്കടിയിലേക്ക് നീണ്ടുപോകുന്ന ഒരു കോണിപ്പടിയുടെ ആദ്യത്തെ പടി. വിവരമറിഞ്ഞതും കാർട്ടർ അവിടേക്ക് ഓടിയെത്തി. അദ്ദേഹത്തിന്റെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. പതിയെ പതിയെ വളരെ ശ്രദ്ധയോടെ അവർ ആ പടിക്കു മുകളിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തു. ഓരോ നിമിഷവും അവരുടെ ആകാംക്ഷ വർദ്ധിച്ചു. ഒന്നിനു പുറകെ ഒന്നായി പടികൾ തെളിഞ്ഞു വന്നു. 12ാമത്തെ പടി എത്തിയപ്പോൾ അവരുടെ മുൻപിൽ പുരാതനമായൊരു വാതിൽ പ്രത്യക്ഷപ്പെട്ടു. കളിമണ്ണിൽ തീർത്ത ആ വാതിലിൽ രാജകീയ മുദ്രകൾ അപ്പോഴും വ്യക്തമായി കാണാമായിരുന്നു. ആ മുദ്രകൾ പൊട്ടിച്ചിട്ടില്ല എന്നതിനർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങളായി ആരും ആ വാതിലിനപ്പുറം കടന്നിട്ടില്ല എന്നായിരുന്നു. കാർട്ടറിന് തന്റെ വികാരങ്ങളെ അടക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായുള്ള തന്റെ സ്വപ്നം, തന്റെ വിശ്വാസം ഇപ്പോൾ കൺമുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷേ അദ്ദേഹം തിടുക്കം കാട്ടിയില്ല. ആ കവാടം വീണ്ടും മണ്ണുകൊണ്ട് മൂടി കള്ളന്മാരുടെ കണ്ണിൽ പെടാതിരിക്കാനായി സുരക്ഷിതമാക്കി. അതിനുശേഷം ഇംഗ്ലണ്ടിലുള്ള കാർണർവോൺ പ്രഭുവിന് അദ്ദേഹം ഒരു ടെലിഗ്രാം അയച്ചു. ആ ടെലിഗ്രാമിലെ വരികൾ ലളിതമായിരുന്നു. താഴ്വരയിൽ അതിശയകരമായൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. മുദ്രകൾ പൊട്ടിക്കാത്ത ഒരു ഗംഭീരമായ കല്ലറ താങ്കളുടെ വരവിനായി കാത്തിരിക്കുന്നു. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. ആ സന്ദേശം ലഭിച്ച കാർണർവോൺ പ്രഭുവും മകൾ ലേഡി എവ്ലിൻ ഹെർബർട്ടും എത്രയും പെട്ടെന്ന് ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷം അവർ ലക്സോറിലെത്തി. കാർട്ടറും കാർണർവോണും വീണ്ടും ഒന്നിച്ചു. നവംബർ 26-ന് അവർ ആ കവാടത്തിന് മുന്നിലെത്തി. ജോലിക്കാർ വീണ്ടും മണ്ണ് നീക്കം ചെയ്തു. 16 പടി ഇറങ്ങി അവർ ആ പുരാതന വാതിലിന്റെ മുന്നിൽ നിന്നു. വിറയ്ക്കുന്ന കൈകളോടെ കാർട്ടർ ആ വാതിലിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി. ഉള്ളിലേക്ക് ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പകർന്നു. അകത്തെ ചൂടുള്ള വായു പുറത്തേക്ക് വന്നപ്പോൾ മെഴുകുതിരി നാളം ചെറുതായൊന്ന് പിടഞ്ഞു. ആകാംക്ഷയോടെ കാർണർവോൺ പ്രഭു ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കാർട്ടർ പറഞ്ഞു, അതെ, അത്ഭുതകരമായ വസ്തുക്കൾ. ആ ചെറിയ ദ്വാരത്തിലൂടെ കാർട്ടർ കണ്ടത് കാലം മറന്നുപോയൊരു ലോകമായിരുന്നു. സ്വർണത്തിന്റെ പ്രഭയിൽ തിളങ്ങുന്ന വിചിത്ര രൂപങ്ങൾ, മൃഗങ്ങളുടെ സ്വർണ്ണ ശില്പങ്ങൾ, അമൂല്യമായ വസ്തുക്കൾ എല്ലാം ചിതറിക്കിടക്കുന്നു. അവർ കണ്ടെത്തിയത് ഒരു സാധാരണ കല്ലറയായിരുന്നില്ല, മറിച്ച് ഒരു ഫറവോയുടെ മരണാനന്തര ജീവിതത്തിലേക്ക് ആവശ്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ആന്റി ചേംബർ എന്നറിയപ്പെടുന്ന മുൻമുറിയായിരുന്നു. സ്വർണരഥങ്ങൾ, കസേരകൾ, കിടക്കകൾ, ആഭരണങ്ങൾ, വിലയേറിയ പാത്രങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര നിധികൾ ആ മുറിയിൽ നിറഞ്ഞിരുന്നു. മുറിയുടെ ഒരറ്റത്ത് മുദ്രവെച്ച മറ്റൊരു വാതിൽ അവർ കണ്ടു. അതിനപ്പുറമായിരുന്നു അവർ തേടി നടന്ന യഥാർത്ഥ രഹസ്യം ഉറങ്ങിക്കിടന്നിരുന്ന തുത്തൻഖാമൻ ഫറവോയുടെ ശവകുടുംബം. തുത്തൻഖാമന്റെ കല്ലറയുടെ കണ്ടെത്തൽ ലോകമെമ്പാടും ഒരു വാർത്തയായി പടർന്നു. പത്രങ്ങൾ ആ കണ്ടുപിടുത്തത്തെ ഫറവോയുടെ ശാപം എന്നും സ്വർണത്തിന്റെ അത്ഭുതം എന്നും പലതരത്തിൽ വർണ്ണിച്ചു. ഹവാർഡ് കാർട്ടറും കാർണർവോൺ പ്രഭുവും ഒറ്റ രാത്രി കൊണ്ട് പ്രശസ്തരായി. ലോകം മുഴുവൻ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടരായി. ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും സിനിമകളിലും വരെ അതിന്റെ സ്വാധീനം കാണാൻ തുടങ്ങി. എന്നാൽ ആ കല്ലറ തുറന്നത് ഒരു ദുരന്ത പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുമോ എന്ന ഭയം പലരിലും ഉടലെടുത്തു.
പുരാതനമായൊരു ശാപത്തെയാണോ അവർ ഉണർത്തിയത് എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. കല്ലറ തുറന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 1923 ഏപ്രിലിൽ കാർണർവോൺ പ്രഭു കെയ്റോയിൽ വെച്ച് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. ഒരു കൊതുക് കടിച്ചതിനെ തുടർന്നുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം മരിച്ച അതേ നിമിഷം കൈറോ നഗരത്തിലെ വിദ്യുതി നിലച്ചതായും ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന നായ അസാധാരണമായ ഓരിയിട്ട് മരിച്ചതായും കഥകൾ പരന്നു. ഇതോടെ ഫറവോയുടെ ശാപമെന്ന വിശ്വാസം ശക്തമായി. തുടർന്നുള്ള വർഷങ്ങളിൽ ആ ഖനനവുമായി ബന്ധപ്പെട്ട പലരും ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു. എന്നാൽ കാർട്ടർ ഇതെല്ലാം യാദൃച്ഛികം മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അദ്ദേഹം തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വർഷങ്ങളെടുത്താണ് ആ മുറികളിലെ ഓരോ വസ്തുവും ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തി തരംതിരിച്ച് പുറത്തേക്ക് മാറ്റിയത്. ഒടുവിൽ ആ രണ്ടാമത്തെ വാതിൽ തുറക്കാൻ സമയമായി. അതിനുള്ളിൽ ഒന്നിനുള്ളിൽ മറ്റൊന്നായി വെച്ച നിരവധി ശവപ്പെട്ടികൾ അവർ കണ്ടെത്തി. ഏറ്റവും പുറത്തുള്ളത് ഒരു വലിയ കല്ലുകൊണ്ടുള്ള ശവപ്പെട്ടിയായിരുന്നു. അതിനുള്ളിൽ സ്വർണം പൊതിഞ്ഞ മരത്തിന്റെ പെട്ടികൾ. അങ്ങനെ ഏറ്റവും ഉള്ളിലുള്ള തങ്കത്തിൽ തീർത്ത ശവപ്പെട്ടിയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി തുത്തൻഖാമന്റെ മമ്മി വിശ്രമിക്കുകയായിരുന്നു. മമ്മിയുടെ മുഖത്ത് സ്വർണത്തിലും വിലയേറിയ കല്ലുകളിലും തീർത്ത പ്രശസ്തമായ മരണാനന്തര മുഖമൂടിയുണ്ടായിരുന്നു. വെറും 19-ാം വയസ്സിൽ മരണപ്പെട്ട ഒരു ബാലനായ ഫറവോ ഒരു മനുഷ്യന്റെ അടങ്ങാത്ത നിശ്ചയദാർഢ്യം കൊണ്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന അനശ്വരനായ പ്രതീകമായി മാറി. കാലത്തിന്റെ കുത്തൊഴുക്കിൽ മറഞ്ഞുപോയ ഒരു കഥയുടെ ചുരുളുകളാണ് നാം ഇതുവരെ അഴിച്ചത്. ഹവാർഡ് കാർട്ടറുടെ കണ്ടെത്തലിന്റെ ഓരോ ഘട്ടവും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും ഇനിയും വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ആൻഡി ചേംബറിൽ കണ്ട കാഴ്ചകളുടെയും അതിലെ ഓരോ വസ്തുവിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ശാപത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെക്കുറിച്ചും ഒടുവിൽ തുത്തൻഖാമന്റെ മമ്മിയെ കണ്ടെത്തിയതിന്റെയും വിശദമായ വിവരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഹവാർഡ് കാർട്ടർ ആ ചെറിയ ദ്വാരത്തിലൂടെ കണ്ട അത്ഭുതകരമായ കാഴ്ചകൾക്ക് ശേഷം ആ മുറിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തിടുക്കത്തിലൊന്നും ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ അടഞ്ഞുകിടന്ന ആ മുറിയിലെ വായു വിഷമയമായിരിക്കാമെന്നൊരു സാധ്യത അദ്ദേഹം കണക്കിലെടുത്തു. അതിനാൽ മുറിയിലെ വായു പുറത്തേക്ക് പോകാനും പുറത്തെ ശുദ്ധവായു അകത്തേക്ക് പ്രവേശിക്കാനും അവർ കുറച്ചധികം സമയം കാത്തിരുന്നു. അതിനുശേഷം വാതിലിന്റെ മുകൾ ഭാഗം കൂടുതൽ വികസിപ്പിച്ച് അവർ ഓരോരുത്തരായി ശ്രദ്ധയോടെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ആദ്യത്തെ മുറി അഥവാ ആൻഡി ചേംബർ പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു. ഏകദേശം 8 മീറ്റർ നീളവും 4 മീറ്ററോളം വീതിയുമുള്ള ആ മുറിയിൽ വസ്തുക്കൾ കുത്തിനിറച്ചതുപോലെയായിരുന്നു. ഒരു ചിട്ടയുമില്ലാതെ കൂട്ടിയിട്ട നിലയിലായിരുന്നു അവയിൽ പലതും. പുരാതനകാലത്ത് കള്ളന്മാർ 1-2 തവണ ഈ മുറിയിൽ പ്രവേശിച്ചിരിക്കാമെന്നും വിലയേറിയ ലോഹങ്ങൾ തിരയുന്നതിനിടയിൽ അവർ വസ്തുക്കൾ വാരി വലിച്ചിട്ടതാകാമെന്നും കാർട്ടർ അനുമാനിച്ചു. എന്നാൽ ഭാഗ്യവശാൽ അവർക്ക് പ്രധാനപ്പെട്ടതൊന്നും കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. മുറിയുടെ വലതുവശത്തായി സ്വർണം പൊതിഞ്ഞ 3 വലിയ കിടക്കകളുണ്ടായിരുന്നു. അവ ഓരോന്നും ഓരോ മൃഗത്തിന്റെ രൂപത്തിൽ കൊത്തിയെടുത്തതായിരുന്നു. ഒന്ന് സിംഹത്തിന്റെ രൂപത്തിലും മറ്റൊന്ന് പശുവിന്റെ രൂപത്തിലും മൂന്നാമത്തേത് ഹിപ്പപ്പൊട്ടാമസിന്റെയും മുതലയുടെയും സങ്കര രൂപത്തിലുമായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം മരണാനന്തര ജീവിതത്തിലെ യാത്രയിൽ ഫറവോയ്ക്ക് വിശ്രമിക്കാനുള്ളവയായിരുന്നു ആ കിടക്കകൾ. അവയ്ക്കടിയിലും സമീപത്തുമായി നിരവധി വസ്തുക്കൾ കൂട്ടിയിട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രാസംബിൾ ഭാഗങ്ങളായി സൂക്ഷിച്ചിരുന്ന നിരവധി രഥങ്ങളായിരുന്നു. സ്വർണപാളികൾ പതിച്ച ആരഥങ്ങൾ യുദ്ധത്തിനും വേട്ടയാടലിനും ഉപയോഗിക്കുന്നവയായിരുന്നു. അവയുടെ ചക്രങ്ങളും മറ്റു ഭാഗങ്ങളും വേർപെടുത്തിയാണ് സൂക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ ഇടുങ്ങിയ കവാടത്തിലൂടെ അവ പൂർണ്ണരൂപത്തിൽ അകത്തേക്ക് കടത്താൻ സാധിക്കാത്തതുകൊണ്ടാവാം അങ്ങനെ ചെയ്തത്. മുറിയുടെ മറ്റൊരു ഭാഗത്ത് വെളുത്ത നിറത്തിലുള്ള മരപ്പെട്ടികൾ ഒന്നിനു മുകളിലൊന്നായി അടുക്കി വച്ചിരുന്നു. അവയിൽ ഓരോന്നിലും തുത്തൻഖാമന്റെ പേര് മുദ്രണം ചെയ്തിരുന്നു. ആ പെട്ടികൾ തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ അതിസൂക്ഷ്മമായി മടക്കിവെച്ച ലിനൻ വസ്ത്രങ്ങൾ, ചെരിപ്പുകൾ, ഭക്ഷണസാധനങ്ങൾ നിറഞ്ഞ പാത്രങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഒരു പെട്ടിയിൽ വേവിച്ച താറാടിറച്ചി വരെ മമ്മി രൂപത്തിൽ സൂക്ഷിച്ചിരുന്നു. മരണാനന്തര ജീവിതത്തിലും ഫറവോയ്ക്ക് ഭക്ഷണത്തിന്റെ കുറവുണ്ടാകരുതെന്നതായിരുന്നു ഇതിനു പിന്നിലെ വിശ്വാസം. ഈ മുറിയിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുക്കളിലൊന്നായിരുന്നു സ്വർണം പൊതിഞ്ഞ ഒരു സിംഹാസനം. മരത്തിൽ തീർത്ത ആ സിംഹാസനം മുഴുവനും സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു.
അതിൽ വെള്ളിയും മറ്റു വിലയേറിയ കല്ലുകളും ഉപയോഗിച്ച് അതിമനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. സിംഹാസനത്തിന്റെ പുറകുവശത്ത് തുത്തൻഖാമനും അദ്ദേഹത്തിന്റെ പത്നി അങ്കേസനാമനും ഒരുമിച്ചിരിക്കുന്ന ഒരു ദൃശ്യം കൊത്തിവച്ചിരുന്നു. തുത്തൻഖാമന്റെ ശരീരത്തിൽ സുഗന്ധതൈലം പുരട്ടുന്ന രാജ്ഞിയുടെ ആ ചിത്രം അന്നത്തെ രാജകീയ ദമ്പതികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായിരുന്നു. ഈ ഒരു സിംഹാസനം മതിയായിരുന്നു ആ കണ്ടുപിടുത്തത്തിന്റെ ചാരിത്രികമായ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ. മുറിയുടെ നെടുക്കേ ഭിത്തിയോട് ചേർന്നാണ് കാർട്ടർ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ആ രണ്ടാമത്തെ വാതിൽ സ്ഥിതി ചെയ്തിരുന്നത്. ആ വാതിലിന് കാവൽ നിൽക്കുന്നതുപോലെ 2 കറുത്ത പ്രതിമകൾ ഇരുവശത്തുമായി നിലയുറപ്പിച്ചിരുന്നു. മനുഷ്യരൂപത്തിലുള്ള ആ പ്രതിമകൾ സ്വർണം കൊണ്ടുള്ള ശിരോവസ്ത്രവും ആഭരണങ്ങളും ധരിച്ചിരുന്നു. അവ തുത്തൻഖാമന്റെ കാവൽ രൂപങ്ങളാണെന്ന് കാർട്ടർ തിരിച്ചറിഞ്ഞു. ഈ പ്രതിമകൾക്ക് നടുവിലുള്ള വാതിലും പ്ലാസ്റ്റർ കൊണ്ടടച്ച് മുദ്രവെച്ചിരുന്നു. അതിനപ്പുറമാണ് യഥാർത്ഥ ശവകുടീരമെന്നവർ ഉറപ്പിച്ചു. എന്നാൽ ആ വാതിൽ തുറക്കുന്നതിന് മുൻപ് ഈ മുറിയിലെ ഓരോ വസ്തുവും കൃത്യമായി രേഖപ്പെടുത്തുകയും സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് വളരെ സങ്കീർണവും സമയമാവശ്യമുള്ള ഒരു ജോലിയായിരുന്നു. കാർട്ടർ തികഞ്ഞ ശാസ്ത്രീയമായ രീതിയാണ് അവലംബിച്ചത്. ഓരോ വസ്തുവിനും ഒരു നമ്പർ നൽകി അവയുടെ സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തി. പ്രശസ്ത ഫോട്ടോഗ്രാഫറായിരുന്ന ഹാരി ബർട്ടൺ ഓരോ വസ്തുവിന്റെയും ചിത്രങ്ങൾ പല കോണുകളിൽ നിന്ന് പകർത്തി. അതിനുശേഷം കാർട്ടറും സംഘവും ഓരോന്നിന്റെയും വിശദമായ ഡ്രോയിങ്ങുകൾ തയ്യാറാക്കി. അവയുടെ ഘടന, നിർമ്മാണ സാമഗ്രികൾ, അതിലെ എഴുത്തുകൾ എന്നിവയെല്ലാം വിശദമായി പഠിച്ചു കുറിപ്പുകൾ തയ്യാറാക്കി. ആയിരക്കണക്കിന് വർഷങ്ങൾ മണ്ണിനടിയിൽ കിടന്നതുകൊണ്ട് പല വസ്തുക്കളും വളരെ ദുർബലമായ അവസ്ഥയിലായിരുന്നു. അവ പുറത്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ മെഴുകുപോലുള്ള സംരക്ഷക ലേപനങ്ങൾ പുരട്ടി ബലപ്പെടുത്തി. അതിനുശേഷം വളരെ ശ്രദ്ധയോടെ പാക്ക് ചെയ്ത് താഴ്വരയ്ക്ക് പുറത്ത് തയ്യാറാക്കിയിരുന്ന ഒരു താൽക്കാലിക ലബോറട്ടറിയിലേക്ക് മാറ്റി. ഈ പ്രക്രിയയ്ക്ക് മാസങ്ങളല്ല, വർഷങ്ങൾ തന്നെ വേണ്ടിവന്നു. ആന്റി ചേംബറിലെ വസ്തുക്കൾ ഓരോന്നായി നീക്കം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മറ്റൊരു ചെറിയ മുറി കൂടി കണ്ടെത്താനായി. പ്രധാന മുറിയോട് ചേർന്നുള്ള ആ അനുബന്ധ മുറിയിലും നിറയെ വസ്തുക്കൾ കുത്തിനിറച്ചിരുന്നു. എണ്ണകൾ, സുഗന്ധദ്രവ്യങ്ങൾ, വീഞ്ഞ് എന്നിവ സൂക്ഷിച്ചുവെച്ച ഭരണികൾ, കളിക്കാനുള്ള പലകകൾ, എഴുതാനുള്ള സാമഗ്രികൾ തുടങ്ങി നിത്യോപയോഗത്തിനുള്ള നിരവധി സാധനങ്ങൾ അവിടെയുണ്ടായിരുന്നു. പുരാതന കള്ളന്മാർ ഈ മുറിയിലും കയറി സാധനങ്ങൾ വാരിവലിച്ചിട്ടതിന്റെ ലക്ഷണങ്ങൾ വ്യക്തമായിരുന്നു. ഈ ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ലോകമെമ്പാടുമുള്ള പത്രങ്ങൾ ഈ കണ്ടെത്തലിനെക്കുറിച്ചുള്ള വാർത്തകൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. തുത്തൻഖാമന്റെ നിധിയെന്ന പ്രയോഗം എല്ലായിടത്തും പ്രചരിച്ചു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിനോദസഞ്ചാരികളും പത്രപ്രവർത്തകരും രാജാക്കന്മാരുടെ താഴ്വരയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. ഇത് ഖനന പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. എല്ലാവർക്കും ആ അത്ഭുതം നേരിൽ കാണണമായിരുന്നു. ഈജിപ്ഷ്യൻ സർക്കാരും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു. കല്ലറയിൽ നിന്ന് കണ്ടെത്തുന്ന എല്ലാ വസ്തുക്കളും ഈജിപ്തിന്റെ ദേശീയ സ്വത്താണെന്നവർ പ്രഖ്യാപിച്ചു. കാർണർവോൺ പ്രഭുവും ഈജിപ്ഷ്യൻ സർക്കാരും തമ്മിൽ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ചില തർക്കങ്ങൾ രൂപം കൊണ്ടു. ഈ ബഹളങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കുമിടയിലും കാർട്ടർ ഒരു യന്ത്രത്തെപ്പോലെ തന്റെ ജോലി തുടർന്നു. പുറം ലോകത്തെ കോലാഹലങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ തെറ്റിച്ചില്ല. ഓരോ പുരാവസ്തുവും ചരിത്രത്തിന്റെ വിലമതിക്കാനാവാത്ത ഒരു ഭാഗമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവയെ സുരക്ഷിതമായി സംരക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേയൊരു ലക്ഷ്യം. ആന്റി ചേംബറും അനുബന്ധമുറിയും പൂർണ്ണമായി ഒഴിപ്പിക്കാൻ ഏകദേശം 2 വർഷത്തോളം എടുത്തു. 5000-ലധികം പുരാവസ്തുക്കളാണ് ആ 2 മുറികളിൽ നിന്നുമായി അവർക്ക് ലഭിച്ചത്. ഓരോന്നും ഈജിപ്ഷ്യൻ കലയുടെയും ചരിത്രത്തിന്റെയും അതുല്യമായ മാതൃകകളായിരുന്നു. ഒടുവിൽ 1924 തുടക്കത്തിൽ ആ 2 പ്രതിമകൾ കാവൽ നിൽക്കുന്ന അടച്ചുപൂട്ടിയ വാതിൽ തുറക്കാൻ സമയമായി. അതിനപ്പുറം എന്തായിരിക്കുമെന്ന ചിന്ത കഴിഞ്ഞ 2 വർഷമായി കാർട്ടറിന്റെയും ലോകത്തിന്റെയും ഉറക്കം കെടുത്തിയിരുന്നു. 2 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ശേഷം 1924 ഫെബ്രുവരി മാസത്തിൽ ഹവാർഡ് കാർട്ടറും സംഘവും ആ രണ്ടാമത്തെ മുദ്രവെച്ച വാതിലിനു മുന്നിൽ നിന്നു. ആന്റി ചേംബറിലെ വസ്തുക്കളെല്ലാം സുരക്ഷിതമായി മാറ്റിയതോടെ ശവകുടീരമെന്നവർ വിശ്വസിച്ചിരുന്ന ആ അറ തുറക്കാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരുന്നു. ഈജിപ്ഷ്യൻ പുരാവസ്തു വകുപ്പിലെ ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുക്കപ്പെട്ട ചില അതിഥികളും ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ സന്നിധരായിരുന്നു. മുറിയിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആ വാതിലിനപ്പുറം എന്താണവരെ കാത്തിരിക്കുന്നത് എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ആകാംക്ഷയും ചെറിയൊരു ഭയവും നിറച്ചു. വിറയ്ക്കുന്ന കൈകളോടെയല്ല, മറിച്ച് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് നൽകിയ ഉറച്ച കൈകളോടെ കാർട്ടർ ആ വാതിലിലെ പ്ലാസ്റ്റർ അടപ്പിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി.
പതിയെ ആ കട്ടികൂടിയ വാതിലിന്റെ ഭാഗങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം നീക്കം ചെയ്യാൻ തുടങ്ങി. ഓരോ കല്ലും അടർത്തി മാറ്റുമ്പോഴും ഉള്ളിലെ ഇരുട്ടല്ലാതെ മറ്റൊന്നും വ്യക്തമായിരുന്നില്ല. ഒടുവിൽ ഒരു മനുഷ്യന് കടന്നുപോകാൻ പാകത്തിൽ വാതിൽ തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു. അത് മറ്റൊരു മുറിയായിരുന്നില്ല, മറിച്ച് ആ മുറി നിറഞ്ഞു നിൽക്കുന്ന സ്വർണത്തിന്റെ ഒരു വലിയ ഭിത്തിയായിരുന്നു. മുറിയുടെ ഒരറ്റം മുതൽ മറ്റേയക്കം വരെ, തറ മുതൽ മേൽക്കൂര വരെ ഉയരത്തിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു കൂട്ടൻ പെട്ടകം ആ അറയെ പൂർണ്ണമായും അടച്ചിരുന്നു. നീലനിറത്തിലുള്ള ഫയൻസ് കളിമൺ ടൈലുകൾ പതിച്ച അതിന്റെ സ്വർണ്ണപ്രതലത്തിൽ പുരാതന ദൈവങ്ങളുടെയും സംരക്ഷക ചിഹ്നങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവച്ചിരുന്നു. ആ അറയുടെ വലിപ്പം വളരെ ചെറുതായിരുന്നു, ഏകദേശം 6.5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും മാത്രം. ഈ ചെറിയ മുറിയിൽ ഇത്രയും വലിയൊരു സ്വർണ്ണപ്പെട്ടകം എങ്ങനെ സ്ഥാപിച്ചു എന്നത് അവരെ അത്ഭുതപ്പെടുത്തി. പേടകവും മുറിയുടെ ഭിത്തികളും തമ്മിൽ കഷ്ടിച്ച് ഒരടി സ്ഥലം മാത്രമേ പലയിടത്തും ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭീമാകാര പേടകത്തിന്റെ കിഴക്കേയറ്റത്ത് 2 വാതിലുകളുണ്ടായിരുന്നു. അവ ഒരു ലളിതമായ മരത്തിന്റെ ഓടാമ്പൽ ഉപയോഗിച്ച് പൂട്ടിയിട്ട നിലയ്ക്കായിരുന്നു. ആ ഓടാമ്പലിൽ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു മുദ്രയുണ്ടായിരുന്നു. ആ മുദ്ര പൊട്ടിച്ചിരുന്നില്ല. അതിനർത്ഥം പുരാതന കള്ളന്മാർ ആന്റി ചേംബറിൽ പ്രവേശിച്ചെങ്കിലും അവർക്ക് ഈ പേടകം തുറക്കാൻ സാധിച്ചിരുന്നില്ല എന്നായിരുന്നു. തുത്തൻഖാമന്റെ മമ്മി സുരക്ഷിതമായിരിക്കും എന്ന പ്രതീക്ഷ അതോടെ വർദ്ധിച്ചു. അതീവ ശ്രദ്ധയോടെ കാർട്ടർ ആ ഓടാമ്പിൽ നീക്കി സ്വർണ്ണപ്പേടകത്തിന്റെ വാതിലുകൾ തുറന്നപ്പോൾ ഉള്ളിലെ കാഴ്ച അവരെ വീണ്ടും അത്ഭുതപ്പെടുത്തി. ആദ്യത്തെ പേടകത്തിനുള്ളിൽ അതിനേക്കാൾ അല്പം കൂടി ചെറിയ മറ്റൊരു സ്വർണ്ണപ്പേടകം. അതിന്റെ വാതിലുകളും മുദ്രവെച്ച നിലയ്ക്കായിരുന്നു. ആ വാതിലുകൾക്ക് മുകളിൽ ലിനൻ തുണികൊണ്ട് ഒരു പുതപ്പ് വിരിച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടായിട്ടും ആ തുണിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. രണ്ടാമത്തെ പേടകത്തിന്റെ വാതിലുകളും അവർ തുറന്നു. അതിനുള്ളിൽ മൂന്നാമതൊരു സ്വർണ്ണപ്പേടകം, അതും മുദ്രവെച്ച നിലയ്ക്ക്. ഈ പേടകങ്ങളെല്ലാം ഒന്നിനുള്ളിൽ ഒന്നായി ഒരു റഷ്യൻ പാവയെപ്പോലെ ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. ഈ ഭീമാകാരമായ പേടകങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റുക എന്നത് അതീവ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അവയുടെ ഓരോ ഭാഗവും വേർപെടുത്തി ഇടുങ്ങിയ ആ മുറിയിൽ നിന്ന് പുറത്തെത്തിച്ച് പിന്നീട് പുറത്തുവച്ച് പുനഃസ്ഥാപിക്കണമായിരുന്നു. ഓരോ പേടകവും മരത്തിൽ തീർത്ത് അതിനു മുകളിൽ സ്വർണ്ണപ്പാളികൾ പതിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അവയിലെ കൊത്തുപണികളും ചിത്രലിപികളും തൂത്തൻഖാമന്റെ മരണാനന്തര യാത്രയിലെ ഓരോ ഘട്ടത്തെയും വിവരിക്കുന്നവയായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസങ്ങളും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിലപ്പെട്ട വിവരങ്ങളായിരുന്നു അവയിൽ നിറയെ. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ മൂന്നാമത്തെ പേടകവും അഴിച്ചുമാറ്റി. അതിനുള്ളിൽ നാലാമത്തെയും അവസാനത്തെയുമായ സ്വർണ്ണപ്പേടകമുണ്ടായിരുന്നു. ഈ പേടകത്തിനകത്താണ് ഫറവോയുടെ ശവമഞ്ചമുണ്ടാവുകയെന്ന് അവർ ഉറപ്പിച്ചു. ഈ നാലാമത്തെ പേടകം തുറന്നപ്പോൾ അവരുടെ കണക്കുകൂട്ടലുകൾ ശരിവെച്ചുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള ക്വാർട്സൈറ്റ് കല്ലിൽ തീർത്ത ഒരു കൂറ്റൻ ശവമഞ്ചം അവർ കണ്ടു. അതിന്റെ 4 മൂലകളിലും സംരക്ഷക ദേവതമാരുടെ രൂപങ്ങൾ കൊത്തിവച്ചിരുന്നു. ആ ദേവതമാർ തങ്ങളുടെ ചിറകുകൾ വിരിച്ച് ശവമഞ്ചത്തെ സംരക്ഷിക്കുന്നതുപോലെയായിരുന്നു ആ ശില്പങ്ങൾ. ശവമഞ്ചത്തിന്റെ മുകളിലുണ്ടായിരുന്നത് പിങ്ക് ഗ്രാനൈറ്റ് കല്ലിൽ തീർത്ത ഭാരമേറിയ ഒരടപ്പായിരുന്നു. ആ അടപ്പ് അതിന്റെ സ്ഥാനത്ത് നിന്ന് അല്പം മാറിയിരിക്കുന്നതായും അതിലൊരു പൊട്ടലുണ്ടായതും കാർട്ടർ ശ്രദ്ധിച്ചു. പുരാതന കാലത്ത് കള്ളന്മാർ ഈ അടപ്പ് ഉയർത്താൻ ശ്രമിച്ചതാവാം എന്നും ആ ശ്രമത്തിനിടയിൽ അത് താഴെ വീണ് പൊട്ടിയതാവാമെന്നും അദ്ദേഹം അനുമാനിച്ചു. പിന്നീട് കല്ലറയുടെ മേൽനോട്ടക്കാർ ആ പൊട്ടൽ പ്ലാസ്റ്റർ ഉപയോഗിച്ച് അടച്ചുവെച്ചതിന്റെ ലക്ഷണങ്ങളും അവിടെയുണ്ടായിരുന്നു. ഈ കണ്ടെത്തൽ ഒരു നിമിഷം അവരിൽ ആശങ്കയുണ്ടാക്കി. ഒരു പക്ഷേ കള്ളന്മാർക്ക് ശവമഞ്ചത്തിനകത്ത് പ്രവേശിക്കാൻ സാധിച്ചിരിക്കുമോ? കനത്ത് ആ ഗ്രാനൈറ്റ് അടപ്പ് ഉയർത്താനായി പ്രത്യേക കപ്പികളും സംവിധാനങ്ങളും വേണ്ടിവന്നു. 1925 ആ അടപ്പ് ഉയർത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വീണ്ടും ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ ചെറിയ ശവകുടീരത്തിലേക്ക് തിരിഞ്ഞു. ആ ശവമഞ്ചത്തിനകത്തെന്തായിരിക്കും? ഒരു ഫറവോയുടെ അമൂല്യമായ നിധികളോ അതോ കള്ളന്മാർ കൊള്ളയടിച്ച് ബാക്കിവെച്ച ശൂന്യതയോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമറിയാനായി എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തുനിന്നു. കരുത്തുറ്റ കപ്പികളുടെ സഹായത്തോടെ ആ ഭീമാകാരമായ ഗ്രാനൈറ്റ് അടപ്പ് വളരെ സാവധാനത്തിൽ ഉയർത്തപ്പെട്ടു. ഓരോ ഇഞ്ചും മുകളിലേക്ക് പോകുമ്പോഴും താഴെ കാത്തുനിന്നവരുടെ ഹൃദയമിടിപ്പ് മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങളായി ആ കല്ലറയിൽ സംഭവിച്ചതെന്താണെന്നറിയാനുള്ള നിമിഷം. അടപ്പ് പൂർണ്ണമായി മാറ്റി താഴേക്ക് വെളിച്ചം പരന്നപ്പോൾ അവരുടെ ആശങ്കകൾ അസ്ഥാനമായി. കള്ളന്മാരാരും ആ ശവമഞ്ചത്തിനുള്ളിൽ കടന്നിരുന്നില്ല. അവർ കണ്ടത് സ്വർണത്തിന്റെ പ്രഭയല്ല, മറിച്ച് കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിയ ലിനൻ തുണിയുടെ ഒരു ആവരണമാണ്. ശവമഞ്ചത്തിനുള്ളിൽ മനുഷ്യരൂപത്തിൽ കൊത്തിയെടുത്ത ഒരു ശവപ്പെട്ടി, ആന്ത്രോപോയിഡ് കോഫിൻ, പൂർണ്ണമായും തുണികൊണ്ട് മൂടിയിരുന്നു.
ആ തുണിപ്പുതപ്പയുടെ മുകളിൽ ഒലുവിലകളും താമരപ്പൂക്കളും നീല നിറത്തിലുള്ള കോൺഫ്ലവറുകളും കോർത്തിണക്കിയ ഒരു പുഷ്പഹാരം വെച്ചിരുന്നു. 3000-ലധികം വർഷങ്ങൾക്ക് മുൻപ് തൂത്തൻഖാമന്റെ പ്രിയപ്പെട്ട രാജ്ഞി ആംഗസിനമൻ അദ്ദേഹത്തിന് അർപ്പിച്ച അവസാനത്തെ ഉപഹാരമായിരിക്കാം അതെന്ന് കാർട്ടർ കരുതി. ആ വാടിയ പൂക്കൾ കാലം മരവിച്ച ഒരു വിടവാങ്ങലിന്റെ നിശബ്ദമായ ഓർമ്മപ്പെടുത്തലായി അവിടെ കിടന്നു. ആ തുണിപ്പുതപ്പുകൾ വളരെ ശ്രദ്ധയോടെ അവർ നീക്കം ചെയ്തു. അതിനടിയിൽ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തത്ര മനോഹരമായൊരു കാഴ്ച അവരെ കാത്തിരുന്നു. മരത്തിൽ തീർത്ത് സ്വർണം പൊതിഞ്ഞ ഒരു കൂറ്റൻ ശവപ്പെട്ടി. ഏകദേശം 7 അടിയിലധികം നീളമുണ്ടായിരുന്നു അതിന്. ഫറവോയുടെ രൂപത്തിൽ കൊത്തിയെടുത്ത ആ പെട്ടിയുടെ നെഞ്ചിൽ ഈജിപ്ഷ്യൻ രാജാധികാരത്തിന്റെ ചിഹ്നങ്ങളായ വളഞ്ഞ ദണ്ടും ധാന്യം മെതിക്കുന്ന ചമട്ടിയും പിടിച്ചിരുന്നു. നെറ്റിയിൽ സംരക്ഷക ദേവതമാരായ കഴുകന്റെയും സർപ്പത്തിന്റെയും രൂപങ്ങൾ സ്വർണത്തിൽ തിളങ്ങി. ശവപ്പെട്ടിയുടെ ശരീരം മുഴുവൻ സംരക്ഷക ദേവതകളായ ഐസിസിന്റെയും നെഫ്റ്റിസിന്റെയും ചിറകുകൾ അവനെ പൊതിയുന്നതുപോലെ അതിസൂക്ഷ്മമായി കുത്തിവച്ചിരുന്നു. ആ സ്വർണ്ണരൂപത്തിന്റെ മുഖം ശാന്തനായി ഉറങ്ങുന്ന തൂത്തൻഖാമന്റെ ഒരു സ്റ്റൈലൈസ്ഡ് രൂപമായിരുന്നു. ഈ ആദ്യത്തെ ശവപ്പെട്ടി തുറക്കുക എന്നത് അടുത്ത വെല്ലുവിളിയായിരുന്നു. സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ചെറിയ ആണികൾ ഉപയോഗിച്ചാണ് അതടച്ചിരുന്നത്. അവ ഓരോന്നും ശ്രദ്ധയോടെ ഊരിയെടുത്ത് ആ ഭാരമേറിയ അടപ്പുയർത്തിയപ്പോൾ ഉള്ളിലെ കാഴ്ച വീണ്ടും അവരെ അത്ഭുതപ്പെടുത്തി. ആദ്യത്തെ ശവപ്പെട്ടിക്കുള്ളിൽ കഷ്ടിച്ചതിനുള്ളിൽ കൊള്ളുന്ന രീതിയിൽ രണ്ടാമതൊരു ശവപ്പെട്ടി. ഈ രണ്ടാമത്തെ ശവപ്പെട്ടിയും മനുഷ്യരൂപത്തിലുള്ളതായിരുന്നു. ആദ്യത്തേതിനേക്കാൾ മനോഹരവും ആകർഷകവുമായിരുന്നു. മരത്തിൽ സ്വർണം പൊതിഞ്ഞ അതേ നിർമ്മിതിയായിരുന്നെങ്കിലും ഇതിൽ ചുവപ്പും നീലവും നിറങ്ങളിലെ ഗ്ലാസ് കഷണങ്ങളും വിലയേറിയ കല്ലുകളും ഉപയോഗിച്ച് അതിസൂക്ഷ്മമായ അലങ്കാര പണികൾ ചെയ്തിരുന്നു. അതിന്റെ തിളക്കം ആദ്യത്തേതിനേക്കാൾ എത്രയോ മടങ്ങായിരുന്നു. ഈ ശവപ്പെട്ടിയുടെ മുകളിലും ലിനൻ തുണികൾ വിരിച്ചിരുന്നു. കൂടാതെ കഴുത്തിൽ പുഷ്പങ്ങളുടെയും ഇലകളുടെയും മറ്റൊരു മാലയും ഉണ്ടായിരുന്നു. ആദ്യത്തെ ശവപ്പെട്ടിയുടെ അതേ രാജകീയ ചിഹ്നങ്ങളും സംരക്ഷക രൂപങ്ങളും ഇതിലും ആവർത്തിച്ചിരുന്നു, പക്ഷേ കൂടുതൽ വർണ്ണപ്പുലിമയോടെ. രണ്ടാമത്തെ ശവപ്പെട്ടിയുടെ അടപ്പും സമാനമായ രീതിയിൽ അടച്ചിരുന്നു. അത് തുറന്ന നിമിഷം ഹവാർഡ് കാർട്ടറും സംഘവും ഒരു നിമിഷം സ്തബ്ധരായിപ്പോയി. അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ കഠിനാധ്വാനത്തിനും അതിനു മുൻപുള്ള വർഷങ്ങളിലെ സ്വപ്നങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. രണ്ടാമത്തെ പെട്ടിക്കുള്ളിൽ മൂന്നാമത്തെയും അവസാനത്തെയുമായ ശവപ്പെട്ടി ഉണ്ടായിരുന്നു. എന്നാൽ അത് തടിയിൽ സ്വർണം പൊതിഞ്ഞതായിരുന്നില്ല. അത് പൂർണ്ണമായും തങ്കത്തിൽ തീർത്തതായിരുന്നു. ശുദ്ധമായ സ്വർണത്തിൽ അടിച്ചു പരത്തിയുണ്ടാക്കിയ 110 കിലോഗ്രാമിലധികം ഭാരമുള്ള ഒരത്ഭുതം. ലോകചരിത്രത്തിൽ ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഒരൊറ്റ പുരാവസ്തു. അതിന്റെ പ്രഭയിൽ ആ കല്ലറ മുഴുവൻ പ്രകാശിക്കുന്നതുപോലെ തോന്നി. ലാപ്പിസ് ലസൂലി, കാർണേലിയൻ, ടർക്വൈസ് തുടങ്ങിയ വിലയേറിയ കല്ലുകൾ പതിച്ച അതിന്റെ ഉപരിതലം സ്വർണത്തിന്റെ മഞ്ഞ നിറവുമായി ചേർന്നപ്പോൾ ഒരു അഭൗമികമായ സൗന്ദര്യം സൃഷ്ടിച്ചു. ഈ തങ്കപ്പെട്ടിയുടെ മുഖം മറ്റു 2 എണ്ണത്തിനേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യമായിരുന്നു. അത് വെറുമൊരു രാജാവിന്റെ പ്രതീകമായിരുന്നില്ല, മറിച്ച് ചെറുപ്പത്തിൽ മരിച്ചുപോയ ഒരു കുട്ടിയുടെ, തുത്തൻഖാമൻ എന്ന ബാലന്റെ തന്നെ മുഖഛായയായിരുന്നു. നിഷ്കളങ്കവും എന്നാൽ രാജകീയവുമായ ആ മുഖം അനന്തതയിലേക്ക് നോക്കി ശാന്തമായി ഉറങ്ങുന്നതുപോലെ തോന്നി. ആയിരക്കണക്കിനു വർഷങ്ങൾക്ക് ശേഷവും ആ സ്വർണമുഖത്തിന് ഒരു മങ്ങൽ പോലും ഏറ്റിരുന്നില്ല. ഹവാർഡ് കാർട്ടർ തേടി നടന്ന യഥാർത്ഥ നിധി ഇതായിരുന്നു: ഒരു ഫറവോയുടെ കേടുപാടുകൾ സംഭവിക്കാത്ത മമ്മിയും അദ്ദേഹത്തെ പൊതിഞ്ഞ സ്വർണത്തിന്റെ ഈ അവിശ്വസനീയമായ ശേഖരവും. ഈ തങ്കപ്പെട്ടിക്കുള്ളിലാണ് തുത്തൻഖാമന്റെ മമ്മി കാലത്തിന്റെ സ്പർശമേൽക്കാതെ വിശ്രമിക്കുന്നതെന്ന് അവർ ഉറപ്പിച്ചു. തങ്കത്തിൽ തീർത്ത ആ മൂന്നാമത്തെ ശവപ്പെട്ടി തുറക്കുക എന്നത് മുൻപത്തേക്കാൾ വളരെ സങ്കീർണമായിരുന്നു. കാലപ്പഴക്കം കൊണ്ടും ശവസംസ്കാരത്തിനായി ഉപയോഗിച്ച സുഗന്ധദ്രവ്യങ്ങളും എണ്ണകളും ഉറച്ചുപോയതുകൊണ്ടും ശവപ്പെട്ടിയുടെ അടപ്പ് അതിന്റെ അടിഭാഗവുമായി ഒട്ടിച്ചേർന്ന നിലയിലായിരുന്നു. അത് കേടുപാടുകൾ കൂടാതെ തുറക്കാൻ കഴിയില്ലെന്ന് കാർട്ടർക്ക് മനസ്സിലായി. അതിനാൽ അവർ ആ തങ്കപ്പെട്ടിയെ ശവമഞ്ചത്തിൽ നിന്ന് പുറത്തെടുത്ത് ചൂടാക്കി അടപ്പ് വേർപെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. വളരെയധികം ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഒടുവിൽ ആ തങ്കപ്പെട്ടിയുടെ അടപ്പ് സാവധാനം ഉയർത്തിയപ്പോൾ ലോകം കാത്തിരുന്ന ആ കാഴ്ച അവരുടെ കൺമുന്നിൽ തെളിഞ്ഞു. തുത്തൻഖാമന്റെ മമ്മി കടും തവിട്ടുനിറത്തിലുള്ള ലിനൻ തുണികളിൽ പൊതിഞ്ഞ് കാലത്തിന്റെ ഒരു സ്പർശം പോലും ഏൽക്കാതെ ആ രൂപം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മമ്മിയുടെ രൂപം വ്യക്തമായിരുന്നില്ല, കാരണം അതൊരു കറുത്ത പദാർത്ഥം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. ശവസംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഒഴിച്ച വിശുദ്ധ എണ്ണകളും റെസിനുകളും ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കട്ടിയായി കരിപിടിച്ചതുപോലെയായിരുന്നു അത്.
മമ്മിയുടെ ശിരസ്സു മുതൽ പാദം വരെ ലിനൻ തുണിയുടെ ചുറ്റുകൾക്കുള്ളിൽ നൂറുകണക്കിന് അമൂല്യമായ വസ്തുക്കൾ ഒളിപ്പിച്ചു വച്ചിരുന്നു. സ്വർണത്തിൽ തീർത്ത ചെറിയ കഠാരകൾ, സംരക്ഷക ചിഹ്നങ്ങളുള്ള രക്ഷകൾ, അതായത് അമ്യൂലറ്റ്സ്, വിലയേറിയ കല്ലുകൾ പതിച്ച വളകൾ, മാലകൾ, മോതിരങ്ങൾ എന്നിവയെല്ലാം ആ തുണിയിഴകൾക്കിടയിൽ നിന്ന് അവർ ഒന്നൊന്നായി കണ്ടെടുത്തു. ഓരോ ചുറ്റഴിക്കുമ്പോഴും പുതിയൊരു നിധി പുറത്തു വന്നു. മരണാനന്തര ജീവിതത്തിൽ ഫറവോയെ സംരക്ഷിക്കാനും സഹായിക്കാനുമായിരുന്നു ഇവയെല്ലാം അവിടെ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ആ തുണിച്ചുറ്റുകൾക്കിടയിലെ ഏറ്റവും വലിയ വിസ്മയം കാത്തിരുന്നത് മമ്മിയുടെ മുഖഭാഗത്തായിരുന്നു. തലയും തോളും മറയ്ക്കുന്ന രീതിയിൽ മമ്മിയുടെ മുഖത്ത് മറ്റൊരു സ്വർണ്ണ രൂപം വച്ചിരുന്നു. ലോകം എന്നറിയുന്ന പുരാതന ഈജിപ്തിന്റെ പ്രതീകമായി മാറിയ തുത്തൻഖാമന്റെ മരണാനന്തര മുഖമൂടി, അതായത് ഡെത്ത് മാസ്ക്. ഏകദേശം 11 കിലോഗ്രാം തങ്കത്തിൽ തീർത്ത ആ മുഖമൂടി മനുഷ്യകരവിരുതിന്റെ ഒരു അത്യുദാത്തമായ മാതൃകയായിരുന്നു. അത് വെറുമൊരു ശില്പമായിരുന്നില്ല, മറിച്ച് ജീവസ്വറ്റയൊരു കലാസൃഷ്ടിയായിരുന്നു. തുത്തൻഖാമന്റെ യൗവനത്തിലുള്ള മുഖഛായ അതേപടി സ്വർണത്തിലേക്ക് പകർത്തിയതുപോലെയായിരുന്നു. നീല നിറത്തിലുള്ള ലാബിസ് ലസൂലി, കടും ചുമപ്പു നിറത്തിലുള്ള കാർനേലിയൻ, പച്ച നിറത്തിലുള്ള ഫെൽസ്പാർ, വെളുത്ത ക്വാർട്സ്, കറുത്ത ഒബ്സീഡിയൻ തുടങ്ങിയ വിലയേറിയ കല്ലുകളും ഗ്ലാസും ഉപയോഗിച്ച് അതിന്റെ കണ്ണുകളും പുരികങ്ങളും അലങ്കരിച്ചിരുന്നു. ആ സ്വർണമുഖത്തെ കണ്ണുകൾക്ക് അനന്തതയിലേക്ക് നോക്കുന്ന ഒരു ഭാവമായിരുന്നു. ചുണ്ടുകളിൽ ഒരു മായാത്ത പുഞ്ചിരി തങ്ങി നിൽക്കുന്നതുപോലെ തോന്നി. നെറ്റിയിൽ രാജാധികാരത്തിന്റെ ചിഹ്നങ്ങളായ കഴുകന്റെയും സർപ്പത്തിന്റെയും രൂപങ്ങൾ സ്വർണത്തിൽ തിളങ്ങി നിന്നു. കഴുത്തിൽ വിലയേറിയ മുത്തുകൾ കോർത്ത ഒരു മാലയുമുണ്ടായിരുന്നു. ഈ മുഖമൂടിക്ക് കേവലം ഒരു അലങ്കാര വസ്തു എന്നതിനുപരി വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം മരണാനന്തര ജീവിതത്തിൽ ദേവന്മാർക്ക് ഫറവോയെ തിരിച്ചറിയാൻ വേണ്ടിയാണിത് ധരിപ്പിച്ചിരുന്നത്. മാത്രമല്ല, അത് മമ്മിയുടെ തലയെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ഹവാർഡ് കാർട്ടറെ സംബന്ധിച്ചിടത്തോളം ആ മുഖമൂടിയുടെ കണ്ടെത്തൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ നിമിഷമായിരുന്നു. മുഖമൂടി മാറ്റിയതിനു ശേഷം അവർ തുത്തൻഖാമന്റെ മുഖം ആദ്യമായി കണ്ടു. 3000 വർഷങ്ങൾക്ക് ശേഷവും ആ യുവ ഫറവോയുടെ മുഖത്തിന്റെ രൂപരേഖകൾ വ്യക്തമായിരുന്നു. തുടർന്ന് ഡോക്ടർ ഡഗ്ലസ് ഡെറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മമ്മിയെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. വെറും 18നും 19നും ഇടയിൽ പ്രായമുള്ളപ്പോഴാണ് തുത്തൻഖാമൻ മരിച്ചതെന്ന് അവർ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ തലയോട്ടിയുടെ പിൻഭാഗത്ത് ഒരു ക്ഷതം കണ്ടത് അദ്ദേഹം കൊല്ലപ്പെട്ടതാകാമെന്നൊരു സംശയത്തിനിടയാക്കി. എന്നാൽ മമ്മിയെ തുണിയിൽ പൊതിയുന്ന സമയത്ത് സംഭവിച്ചതാകാം ആ ക്ഷതമെന്നും വാദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണകാരണം അന്നുമെന്നും ഒരു പൂർണ്ണമായ ഉത്തരമില്ലാത്ത ചോദ്യമായി തുടരുന്നു. അങ്ങനെ വർഷങ്ങൾ നീണ്ട തിരച്ചിലിനും അതിനേക്കാൾ ദൈർഘ്യമേറിയതും സൂക്ഷ്മവുമായ ഖനന പ്രവർത്തനങ്ങൾക്കുമൊടുവിൽ ഹവാർഡ് കാർട്ടർ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കി. ചരിത്രത്തിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും മാഞ്ഞുപോയ ഒരു ഫറവോയെ അദ്ദേഹം ലോകത്തിനു മുന്നിൽ അനശ്വരനാക്കി. തുത്തൻഖാമന്റെ കല്ലറയിൽ നിന്നു ലഭിച്ച 5000-ലധികം പുരാവസ്തുക്കൾ പുരാതന ഈജിപ്തിനെക്കുറിച്ച്, അവരുടെ ജീവിത രീതികളെക്കുറിച്ച്, കലയെക്കുറിച്ച്, വിശ്വാസങ്ങളെക്കുറിച്ച് അതുവരെ ഇല്ലാതിരുന്ന അറിവുകളാണ് ലോകത്തിന് നൽകിയത്. തുത്തൻഖാമന്റെ കല്ലറ തുറന്നത് പുരാവസ്തുശാസ്ത്ര ലോകത്ത് മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ മനസ്സിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഒരു വശത്ത് അത്ഭുതത്തിന്റെയും ആരാധനയുടെയും ഒരു തരംഗമുയർന്നപ്പോൾ മറുവശത്ത് ഭയത്തിന്റെ ഒരു ഇരുണ്ട മേഘം രൂപപ്പെട്ടു. ഫാറവോയുടെ ശാപം എന്ന ആശയം പത്രങ്ങളുടെ താളുകളിൽ നിറഞ്ഞു. പുരാതനമായ ഒരു കല്ലറയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നേരെ ഫറവോയുടെ ആത്മാവ് പ്രതികാരം ചെയ്യുമെന്ന വിശ്വാസം പതിയെ പതിയെ ശക്തിപ്പെട്ടു. തുടക്കത്തിൽ ഇതൊരു കെട്ടുകഥയായി പലരും തള്ളിക്കളഞ്ഞെങ്കിലും താമസിയാതെ നടന്ന ചില സംഭവങ്ങൾ ആ ഭയത്തിന് ആക്കം കൂട്ടി. ശാപത്തിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രശസ്തനുമായ ഇര ഈ ഖനനത്തിന് പണം മുടക്കിയ സാക്ഷാൽ കാർണമോൺ പ്രഭു തന്നെയായിരുന്നു. 1923 തുടക്കത്തിൽ കല്ലറ തുറന്ന് ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായി. കെയ്റോയിലെ കോണ്ടിനെന്റൽ സാവോയ് ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന അദ്ദേഹത്തെ ഒരു കൊതുക് കടിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഷേവ് ചെയ്യുന്നതിനിടയിൽ ആ കൊതുക് കടിച്ച പാടിൽ അബദ്ധത്തിൽ മുറിവുണ്ടായി. അതൊരു സാധാരണ മുറിവായിരുന്നില്ല. അതിൽ അണുബാധയുണ്ടാവുകയും അത് രക്തത്തിൽ പടരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നില ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരുന്നു. ലോകോത്തര ഡോക്ടർമാർ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും
1923 ഏപ്രിൽ 5 പുലർച്ചെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി. അദ്ദേഹം മരണപ്പെട്ട അതേ നിമിഷത്തിൽ കെയ്റോ നഗരത്തിലെ വൈദ്യുതി മുഴുവൻ ഇനെക്സ്പ്ലിക്കബിളി നിലച്ചുപോയെന്നും നഗരം കുറച്ചുനേരത്തേക്ക് പൂർണ്ണമായ ഇരുട്ടിൽ മുങ്ങിയെന്നും ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പത്രങ്ങൾ എഴുതി. അതിലും വിചിത്രമായ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിന്റെ ഫാമിലി എസ്റ്റേറ്റായ ഹൈക്ലെയർ കാസിലിൽ നിന്നാണ്. കാർണവോൺ പ്രഭു മരിച്ച അതേ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വളർത്തുനായ സൂസി നിർത്താതെ ഓരിയിടുകയും കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു അത്രേ. ഈ സംഭവങ്ങളെല്ലാം യാദൃച്ഛികം മാത്രമായിരുന്നോ, അതോ ഒരു പുരാതന ശാപത്തിന്റെ ആദ്യ സൂചനകളായിരുന്നോ? ലോകം ഉത്തരം കിട്ടാത്ത ആ ചോദ്യം പരസ്പരം ചോദിച്ചു. കാർണമോൺ പ്രഭുവിന്റെ മരണം ഒരു തുടക്കം മാത്രമായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ആ കല്ലറയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട പലരും ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു. കല്ലറ സന്ദർശിച്ച അമേരിക്കൻ കോടീശ്വരനായ ജോർജ് ജെ ഗൂൾഡ് സന്ദർശനത്തിനു ശേഷം അധികം വൈകാതെ ന്യൂമോണിയ ബാധിച്ചു മരിച്ചു. കാർണവോൺ പ്രഭുവിന്റെ അർദ്ധസഹോദരനായ ഓബ്രി ഹെർബർട്ട് കല്ലറയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിൽ പങ്കെടുത്തയാളായിരുന്നു. ദന്തസംബന്ധമായ ഒരു അണുബാധയെ തുടർന്ന് ഡോക്ടറുടെ തെറ്റായ നിർദ്ദേശപ്രകാരം തന്റെ എല്ലാ പല്ലുകളും പറിച്ചുമാറ്റുകയും അതിനെ തുടർന്നുണ്ടായ സങ്കീർണതകളിൽ മരണപ്പെടുകയും ചെയ്തു അത്രേ. തുത്തൻഖാമന്റെ മമ്മി എക്സ്റേ എടുത്ത റേഡിയോളജിസ്റ്റായ സർ ആർക്കിബോൾഡ് ഡഗ്ലസ് റീഡ് അജ്ഞാതമായ ഒരു രോഗം ബാധിച്ച് 2 വർഷത്തിനുള്ളിൽ മരിച്ചു. ഹവാർഡ് കാർട്ടറിന്റെ പേഴ്സണൽ സെക്രട്ടറിയായിരുന്ന റിച്ചാർഡ് ബെഥേൽ 1929 തന്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിനു പിന്നാലെ അദ്ദേഹത്തിന്റെ പിതാവ് ദുഃഖം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തു അത്രേ. ഈ മരണങ്ങളെല്ലാം ഫാരവോയുടെ ശാപം എന്ന കഥയ്ക്ക് കൂടുതൽ പ്രചാരം നൽകി. ഖനനം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് നടന്ന ഒരു സംഭവവും ആളുകൾ ഇതോടൊപ്പം കൂട്ടിവായിച്ചു. ഹവാർഡ് കാർട്ടർക്ക് ഒരു വളർത്തു കാനറി പക്ഷി ഉണ്ടായിരുന്നു. കല്ലറ കണ്ടെത്തുന്ന ദിവസം ഒരു കോബ്ര പാമ്പ് ആ പക്ഷിയുടെ കൂട്ടിൽ കയറി അതിനെ ഭക്ഷിച്ചു. ഇതൊരു ദുഷ്യഗുണമായി അന്ന് തന്നെ പലരും വ്യാഖ്യാനിച്ചിരുന്നു. എന്നാൽ ഈ കഥകൾക്കെല്ലാം നടുവിൽ ശാപത്തെ പുച്ഛിച്ചു തള്ളിയ ഒരാളുണ്ടായിരുന്നു, ഹവാർഡ് കാർട്ടർ തന്നെ. ഇതെല്ലാം അസംബന്ധവും മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കെട്ടുകഥകളുമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഓരോ മരണത്തിനും വ്യക്തമായ മെഡിക്കൽ കാരണങ്ങൾ ഉണ്ടെന്നും അതിനെ ശാപവുമായി കൂട്ടിക്കെട്ടുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം വാദിച്ചു. ശാപത്തിന്റെ പ്രധാന ലക്ഷ്യമാകേണ്ടിയിരുന്നത് താനായിരുന്നിട്ടും തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. കാർട്ടർ ആ കണ്ടെത്തലിന് ശേഷം പിന്നെയും 17 വർഷത്തോളം ജീവിച്ചു. 1939 തന്റെ 64-ാം വയസ്സിൽ തികച്ചും സ്വാഭാവികമായ കാരണങ്ങളാലാണ് അദ്ദേഹം മരണപ്പെട്ടത്. പിന്നീട് ശാസ്ത്രലോകം ഈ മരണങ്ങൾക്ക് ചില വിശദീകരണങ്ങൾ നൽകാൻ ശ്രമിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾ അടഞ്ഞുകിടുന്ന കല്ലറയ്ക്കുള്ളിൽ അപകടകാരികളായ ചിലതരം ഫംഗസുകളും ബാക്ടീരിയകളും വളരാനുള്ള സാധ്യതയുണ്ടെന്നും കല്ലറ തുറന്നപ്പോൾ അവ പുറത്തേക്ക് വ്യാപിക്കുകയും പ്രതിരോധശേഷി കുറഞ്ഞവരെ ബാധിക്കുകയും ചെയ്തിരിക്കാം എന്നൊരു സിദ്ധാന്തം രൂപപ്പെട്ടു. എന്നാൽ ഇന്നും ഫാരവോയുടെ ശാപം എന്നത് ചരിത്രത്തിലെ നിഗൂഢം നിറഞ്ഞ ഒരേടായി തുടരുന്നു. ശാപത്തിന്റെ കഥകൾ ലോകത്തെ ഭയപ്പെടുത്തിയപ്പോൾ തന്നെ തുത്തൻഖാമന്റെ നിജികൾ ലോകമെമ്പാടും ഒരു പുതിയ തരംഗത്തിന് തിരികൊളുത്തി. ഈജിപ്റ്റോമാനിയ എന്നറിയപ്പെട്ട ആ കാലഘട്ടത്തിൽ പുരാതന ഈജിപ്തുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനോടും ആളുകൾക്ക് അടങ്ങാത്ത ഭ്രമമായി. ഈ കണ്ടെത്തലിന്റെ സ്വാധീനം കലയിലും ഫാഷനിലും വാസ്തുവിദ്യയിലും സിനിമയിലും എല്ലാം പ്രകടമായി. അക്കാലത്തെ ഫാഷൻ ലോകത്ത് ഈജിപ്ഷ്യൻ ഡിസൈനുകൾ നിറഞ്ഞു. താമരപ്പൂവ്, സ്കാരബ് വണ്ട്, പാപ്പിറസ് ചെടി, ഈജിപ്ഷ്യൻ ചിത്രലിപികൾ ഇവയെല്ലാം വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും ഇടം പിടിച്ചു. പാമ്പിന്റെ രൂപത്തിലുള്ള വളകളും കഴുകിന്റെ രൂപത്തിലുള്ള നെക്ലസുകളും സമ്പന്നരായ സ്ത്രീകളുടെ ഇടയിൽ പ്രചാരത്തിലായി. ഹെയർ സ്റ്റൈലുകളിൽ പോലും ഈജിപ്ഷ്യൻ സ്വാധീനം പ്രകടമായിരുന്നു. വാസ്തുവിദ്യയിലും ഈ സ്വാധീനം ശക്തമായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിർമ്മിക്കപ്പെട്ട പുതിയ കെട്ടിടങ്ങളിൽ, പ്രത്യേകിച്ച് ആർട്ട് ഡെക്കോ ശൈലിയിലുള്ളവയിൽ പിരമിഡിന്റെയും സ്ഫിങ്സിന്റെയും രൂപങ്ങൾ ഉപയോഗിച്ചു. സിനിമാ തിയേറ്ററുകളും മറ്റു പൊതു കെട്ടിടങ്ങളും ഒരു ഈജിപ്ഷ്യൻ ക്ഷേത്രത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടു. ഹോളിവുഡ് ഈ പുതിയ തരംഗം ശരിക്കും മുതലെടുത്തു. ദ മമ്മി പോലുള്ള സിനിമകൾക്ക് ഈ കണ്ടെത്തൽ പുതിയൊരു ഊർജം നൽകി. ഫറവോയുടെ ശാപവും ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന മമ്മിയും ഹോളിവുഡ് സിനിമകളിലെ സ്ഥിരം ചേരുവകളായി. പുസ്തകങ്ങളിലും മാസികകളിലും ഈജിപ്ഷ്യൻ കഥകൾ നിറഞ്ഞു. പുരാതന ഈജിപ്റ്റ് എന്നത് കേവലം ചരിത്ര പുസ്തകങ്ങളിലെ ഒരു അധ്യായമെന്നതിലുപരി സാധാരണ മനുഷ്യരുടെ ഭാവനയെ സ്വാധീനിക്കുന്ന ഒരു സജീവ വിഷയമായി മാറി.
ഈ കണ്ടുപിടുത്തം പുരാവസ്തുശാസ്ത്രത്തിന് നൽകിയ സംഭാവന വളരെ വലുതായിരുന്നു. ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിലേക്ക് ഈജിപ്ഷ്യൻ പുരാവസ്തുക്കൾ കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി. കെയ്റോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയം തുത്തൻഖാമന്റെ നിധികൾ സൂക്ഷിക്കുന്ന പ്രധാന കേന്ദ്രമായി മാറി. അത് ഈജിപ്തിന്റെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമായി. ചരിത്രപുസ്തകങ്ങൾ മാറ്റിയെഴുതപ്പെട്ടു. തുത്തൻഖാമന്റെ ഭരണകാലത്തെക്കുറിച്ചും അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടന്നു. ഒരു വിസ്മരിക്കപ്പെട്ട ഫറവോ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫറവോവായി മാറി. അങ്ങനെ മണലിനടിയിലെ ഒരു കല്ലറ ലോകത്തിന്റെ ചിന്തകളെയും ഭാവനയെയും പല രീതിയിൽ സ്വാധീനിച്ചു. ശാപത്തിന്റെ ഭയവും സ്വർണത്തിന്റെ പ്രഭയും കലയുടെ സൗന്ദര്യവും ഇടകലർന്ന ആ കഥ ഇന്നും മനുഷ്യമനസ്സുകളിൽ ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു. നമുക്കീ കഥയുടെ അവസാന ഭാഗത്തേക്ക്, ആ ബാലനായ ഫറവോയുടെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ലോകത്തിന് നൽകിയ ശാശ്വതമായ ഓർമ്മപ്പെടുത്തലിലേക്കും ശാന്തമായി യാത്ര ചെയ്യാം. ഹവാർഡ് കാർട്ടർ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത് കേവലം സ്വർണത്തിന്റെ ഒരു കൂമ്പാരമായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിന്റെ സങ്കീർണമായ ഒരു അധ്യായമായിരുന്നു. ആരായിരുന്നു തുത്തൻഖാമൻ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കല്ലറ ഇത്രയും കാലം ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ കിടന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. തുത്തൻഖാമൻ ജനിച്ചത് തുത്തൻഖാറ്റൻ എന്ന പേരിലായിരുന്നു. അതിന്റെ അർത്ഥം ആറ്റന്റെ ജീവിക്കുന്ന രൂപം എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അഖ്നാദൻ എന്ന വിപ്ലവകാരിയായ ഫറവോ ആയിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈജിപ്തുകാർ ആരാധിച്ചു വന്നിരുന്ന അമൂൺട്ര അടക്കമുള്ള ദൈവങ്ങളെ ഉപേക്ഷിച്ച് സൂര്യബിംബമായ ആറ്റൻ എന്ന ഒരേയൊരു ദൈവത്തെ മാത്രം ആരാധിക്കാൻ അഖ്നാദൻ തന്റെ ജനതയോട് കൽപ്പിച്ചു. അതൊരു വലിയ മതപരവും സാമൂഹികവുമായ വിപ്ലവമായിരുന്നു. അദ്ദേഹം തലസ്ഥാനം തീബ്സിൽ നിന്ന് അമർന എന്ന പുതിയ നഗരത്തിലേക്ക് മാറ്റി. ഈ മാറ്റങ്ങൾ പരമ്പരാഗത പുരോഹിതവർഗത്തെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ ചൊടിപ്പിച്ചു. ഈ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തുത്തൻഖാറ്റൻ വളർന്നത്. തന്റെ 9-ാം വയസ്സിൽ അഖ്നാദന്റെ മരണശേഷം അദ്ദേഹം ഈജിപ്തിന്റെ ഫറവോ ആയി അധികാരമേറ്റു. ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശകരായ ആയി, ഹൊറെംഹെബ് തുടങ്ങിയ ശക്തരായ ഉദ്യോഗസ്ഥരായിരുന്നു. അവരുടെ സമ്മർദ്ദം കൊണ്ടോ എന്തോ അധികം വൈകാതെ തുത്തൻഖാമൻ തന്റെ പിതാവിന്റെ മതവിപ്ലവത്തെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹം പഴയ ദൈവങ്ങളെ, പ്രത്യേകിച്ചും അമൂൺട്രായെ ഈജിപ്തിന്റെ പ്രധാന ദൈവമായി പുനഃസ്ഥാപിച്ചു. തലസ്ഥാനം വീണ്ടും തീബ്സിലേക്ക് മാറ്റി. ഈ മാറ്റത്തിന്റെ പ്രതീകമെന്നോണം അദ്ദേഹം തന്റെ പേര് തുത്തൻഖാറ്റൻ എന്നതിൽ നിന്ന് തുത്തൻഖാമൻ എന്നാക്കി മാറ്റി. അമൂണിന്റെ ജീവിക്കുന്ന രൂപം എന്നായിരുന്നു ആ പേരിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ ചെറുതായിരുന്നു, ഏകദേശം ഒരു ദശാബ്ദം മാത്രം. ആ കാലഘട്ടത്തിൽ പിതാവിന്റെ കാലത്തുണ്ടായ കോളിളങ്കലുകളിൽ നിന്ന് രാജ്യത്തെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും നടന്നത്. കേടുപാടുകൾ സംഭവിച്ച ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുകയും പഴയ ആരാധനരീതികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ 19-ാം വയസ്സിൽ ദുരൂഹമായ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണകാരണം എന്തായിരുന്നു എന്നത് ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കവിഷയമാണ്. തലയോട്ടിയുടെ പിന്നിൽ കണ്ട ക്ഷതം കാരണം അദ്ദേഹം കൊല്ലപ്പെട്ടതാണെന്ന് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ഉപദേശകർ തന്നെ അധികാരത്തിനു വേണ്ടി അദ്ദേഹത്തെ വധിച്ചതാകാം. എന്നാൽ ആധുനിക CT സ്കാനുകളും DNA പരിശോധനകളും ആ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യുന്നു. ആ ക്ഷതം മമ്മിവൽക്കരണ സമയത്ത് സംഭവിച്ചതാകാനാണ് കൂടുതൽ സാധ്യതയെന്ന് ഇപ്പോൾ കരുതപ്പെടുന്നു. പുതിയ പഠനങ്ങൾ പറയുന്നത് തുത്തൻഖാമന് ജനിതകപരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജന്മന ഒരു കാൽപാദം വളഞ്ഞതായിരുന്നു. അത് കാരണം ഊന്നുവടിയുടെ സഹായത്തോടെയാണ് അദ്ദേഹം നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ കല്ലറയിൽ നിന്ന് 100-ലധികം ഊന്നുവടികൾ കണ്ടെത്തിയത് ഈ വാദത്തിന് ബലം നൽകുന്നു. കൂടാതെ അദ്ദേഹത്തിന് മലേറിയയുടെ ഏറ്റവും മാരകമായ രൂപം പിടിപെട്ടിരുന്നതായും DNA പരിശോധനകളിൽ തെളിഞ്ഞു.
ഒരുപക്ഷേ ഒരു രഥയോട്ടിനിടയിലോ മറ്റോ സംഭവിച്ച അപകടത്തിൽ കാലിനു പറ്റിയ ഒരു പൊട്ടലും കൂടെയുണ്ടായിരുന്ന മലേറിയയും ദുർബലമായ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ കൂടുതൽ വഷളാക്കി മരണത്തിലേക്ക് നയിച്ചതാകാം എന്നാണ് ഏറ്റവും പുതിയ നിഗമനം. തുത്തൻഖാമന്റെ മരണശേഷം അദ്ദേഹത്തിന് സ്വന്തമായി മക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശകനായ ആയി ഫറവോ ആയി. അതിനുശേഷം ഹൊറെംഹെബും ഭരിച്ചു. ഈ പുതിയ ഭരണാധികാരികൾ അഖ്നാഥന്റെയും തുത്തൻഖാമന്റെയും പേരുകൾ ചരിത്രത്തിൽ നിന്നും പൂർണ്ണമായും മായ്ച്ചു കളയാൻ ശ്രമിച്ചു. അവരുടെ പേരുകൾ രേഖകളിൽ നിന്നും സ്മാരകങ്ങളിൽ നിന്നും വെട്ടിമാറ്റി. അതുകൊണ്ടുകൂടിയാണ് തുത്തൻഖാമൻ എന്ന പേര് ലോകം മറന്നുപോയത്. അദ്ദേഹത്തിന്റെ കല്ലറ മറ്റു ഭർവോമാരുടെ കല്ലറകളെപ്പോലെ വലുതോ ഗംഭീരമോ ആയിരുന്നില്ല. ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം കാരണം തിടുക്കത്തിലൊരു ചെറിയ കല്ലറ തയ്യാറാക്കുകയായിരുന്നു. രാജാക്കന്മാരുടെ താഴ്വരയിലെ അപ്രധാനമായ ഒരിടത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ ചെറിയ കല്ലറ പിന്നീട് വന്ന റാംസിസ് ആറാമന്റെ കല്ലറ പണിതപ്പോൾ പുറത്തുവന്ന മണ്ണും കല്ലും കൊണ്ട് മൂടപ്പെട്ടു. ആ വിസ്മൃതിയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറയെ കള്ളന്മാരിൽ നിന്ന് രക്ഷിച്ചത്. ഹവാർഡ് കാർട്ടറുടെ കണ്ടെത്തലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതായിരുന്നു. അത് കൊള്ളയടിക്കപ്പെടാത്ത ഏതാണ്ട് പൂർണ്ണമായ ഒരു ഫറവോയുടെ കല്ലറയായിരുന്നു. അതുവരെ കണ്ടെത്തിയ മറ്റു ഫറവോമാരുടെ കല്ലറകളെല്ലാം പുരാതന കാലത്ത് തന്നെ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. അതിനാൽ ഒരു ഫറവോയെ എങ്ങനെയാണ് അടക്കം ചെയ്തിരുന്നത്, എന്തെല്ലാം വസ്തുക്കളാണ് അദ്ദേഹത്തോടൊപ്പം വെച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ചിത്രം ലഭ്യമല്ലായിരുന്നു. തുത്തൻഖാമന്റെ കല്ലറ ആ കുറവ് നികത്തി. ഒരു ഫറവോയുടെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയുടെ ഓരോ ഘട്ടവും അതിനായി ഒരുക്കിയ സമ്പന്നമായ വസ്തുക്കളും ലോകമാദ്യമായി അതേപടി കണ്ടു. ചരിത്രപരമായി അത്രയൊന്നും പ്രാധാന്യമില്ലാതിരുന്ന വളരെ കുറച്ചുകാലം മാത്രം ഭരിച്ച ഒരു ഫറവോയ്ക്ക് ഇത്രയധികം നിധികളുണ്ടായിരുന്നെങ്കിൽ റാംസസ് രണ്ടാമനെ പോലെയുള്ള മഹാരഥന്മാരായ ഫറവോമാരുടെ കല്ലറകളിൽ എന്തായിരുന്നിരിക്കും ഉണ്ടായിരുന്നത് എന്ന ചിന്ത പോലും നമ്മെ അത്ഭുതപ്പെടുത്തും. ആ നിധികളെല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. തുത്തൻഖാമന്റെ കല്ലറ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ ചരിത്രം ഒരിക്കലും മരിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തൽ. വിസ്മൃതിയുടെ മണൽക്കൂനകൾക്കടിയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അതൊരു നാൾ ഉയിർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഹവാർഡ് കാർട്ടറുടെ അടങ്ങാത്ത ആവേശവും തോൽക്കാൻ തയ്യാറാവാത്ത മനസ്സുമായിരുന്നു ആ ഉയിർത്തെഴുന്നേൽപ്പിന് കാരണമായത്. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും മാഞ്ഞുപോയ ഒരു ബാലനായ ഫറവോ ഇന്ന് ലോകമെമ്പാടും അനശ്വരതയുടെയും പുരാതന ഈജിപ്തിന്റെയും പ്രതീകമായി ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വർണ്ണമുഖമൂടിയിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് വെറുമൊരു പുരാവസ്തുവല്ല, മറിച്ചൊരു കാലത്തെ അതിജീവിച്ച ഒരു ഇതിഹാസത്തെയാണ്. ഈജിപ്തിലെ മണൽത്തരികൾക്കിടയിലൂടെയുള്ള ഈ നീണ്ട യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഫറവോയുടെയും അദ്ദേഹത്തെ തേടിയിറങ്ങിയ ഒരു മനുഷ്യന്റെയും കഥ നിങ്ങളുടെ മനസ്സിന് ശാന്തമായൊരു താരാട്ടായി മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ചിന്തകൾക്ക് വിട നൽകി ഗാഢമായ നിദ്രയിലേക്ക് സാവധാനം പ്രവേശിക്കാം. നിങ്ങൾക്ക് ശാന്തമായൊരു രാത്രി ആശംസിക്കുന്നു. ശുഭരാത്രി.